കൂട്ടുകാരെ, വേഗം ആവശ്യമുള്ളത് കൊത്തിയെടുക്ക്. അത് ശരിയാ. മനുഷ്യർ വിളവെടുക്കാൻ തുടങ്ങിയാൽ ഒരു വകയും ബാക്കി കാണില്ല. അപകടം! നമ്മളെ ആരോ വലയിൽ കുടുക്കിയിരിക്കുന്നു. മനുഷ്യർ വരുന്നു. ഇതവര് വിരിച്ച വലയാണ്. നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ. ഇന്ന് നല്ല ദിവസമാണ്. കണ്ടില്ലേ എത്ര എണ്ണമാണ് വന്നു പെട്ടിരിക്കുന്നത്. നമ്മുടെ ബിസിനസ് ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരുന്നുണ്ട്. എനിക്ക് വയ്യ. അയ്യോ, നമ്മൾ പെട്ടു. ഇനി രക്ഷയില്ല. ആരുണ്ടോ നമ്മളെ രക്ഷിക്കാൻ? അയ്യോ അയ്യോ അയ്യോ, നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല. നമ്മൾ ഇന്നീ കഴിച്ചതാകും നമ്മുടെ അവസാനത്തെ അത്താഴം. അയ്യോ അയ്യോ. ഒന്ന് പറന്നുപോയി. അത് സാരമില്ല. ഇന്നൊന്നോ രണ്ടോ പറന്നു പോയാലും നമുക്കങ്ങ് ക്ഷമിക്കാം. ബാക്കി ഒരുപാടുണ്ടല്ലോ. പിന്നാലെ പറന്നു വന്നിട്ട് കാര്യമില്ല കൂട്ടുകാരി. വേഗം നമ്മുടെ ബാക്കിയുള്ളവരെ വിവരം അറിയിക്ക്. വേഗം മീൻ സൂക്ഷിക്കണം കേട്ടോ. കിടന്ന പാടം കണ്ട് നമ്മൾ അതിന് പിന്നിലുള്ള അപകടം കണ്ടില്ല. അതാ പറ്റിപ്പോയേ. ഇനി നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നന്നായി ചിന്തിക്കണം. നമുക്ക് എങ്ങനെയും അവരെ രക്ഷിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ? നമുക്ക് കൂട്ടമായി അവരെ ആക്രമിച്ചാലോ? മണ്ടത്തരം പറയാതിരിക്കെ. അവരുടെ കയ്യിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉണ്ടാകും. അത് ശരിയാ. നമുക്കവരെ ആക്രമിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ എന്തോ ചെയ്യും? മുള്ളിനെ മുള്ളുകൊണ്ട് മാത്രമേ എടുക്കാൻ സാധിക്കൂ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക. അതെങ്ങനെ? നിങ്ങൾ എത്ര കൂട്ടമായി ആക്രമിച്ചാലും അവരെ നേരിടാൻ നിങ്ങൾക്കാവില്ല. അപ്പൊ പിന്നെ എന്താ വഴി? അവരെ നേരിടാൻ നിങ്ങളെ അവരുടെ കൂട്ടരുടെ തന്നെ സഹായം തേടണം. മനസ്സിലായോ? പക്ഷെ അവർ നമ്മളെ സഹായിക്കുമോ? ശ്രമിച്ചു നോക്കൂ. ബാക്കി നിങ്ങളുടെ ഭാഗ്യം. നമ്മളെ മനുഷ്യർ സഹായിക്കുമോ? അതിന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആരാ മനുഷ്യരുടെ അടുത്ത് സഹായം തേടി പോകുന്നേ? ഞാൻ പോകാം. ഞാൻ മനുഷ്യരുടെ സഹായം തേടി പോകാം. സൂക്ഷിക്കണം, അപകടത്തിലേക്കാണ്. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. ഈ വഴിയാണ് അവർ വാഹനം കൊണ്ടുപോയത്. പക്ഷേ എവിടേക്കാ പോയത്? ഒന്ന് ചെന്ന് നോക്കിയാലോ? അപകടമാണ്. അല്ലെങ്കിൽ അവർ നിന്നെയും പിടികൂടും. നിങ്ങൾ പേടിക്കണ്ട. എന്നെ ആരും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ രക്ഷിക്കാനാ വന്നത്. പക്ഷെ എങ്ങനെ? മനുഷ്യർ ശക്തന്മാരാണ്. നമുക്ക് അവരെ നേരിടാൻ പറ്റില്ല. നിങ്ങൾ പേടിക്കേണ്ട. അതിന് ഞാനൊരു വഴി കണ്ടെത്താം. സൂക്ഷിക്ക്.
ശ്ശടാ, രക്ഷപ്പെട്ട് കളഞ്ഞു. ഹോ. പേടിക്കേണ്ട കൂട്ടുകാരെ, ഞാൻ വേഗം വരും. നിങ്ങളെ എല്ലാം രക്ഷപ്പെടുത്തും. ആ കുരങ്ങച്ചൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് സഹായിക്കാൻ മനസ്സുള്ള മനുഷ്യരെ കണ്ടെത്തണം. എന്നാൽ മാത്രമേ എന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ കഴിയൂ. പക്ഷേ മനുഷ്യരുടെ അടുത്ത് പോകുന്നത് അത്ര സുരക്ഷിതമല്ല. ചിലപ്പോൾ അവർ എന്നെ ആക്രമിച്ചേക്കാം. എന്നാലും ഞാൻ പിന്നോട്ടില്ല. എന്റെ കൂട്ടുകാരെ ഞാൻ രക്ഷിക്കും. അതാ ഒരു അമ്മ. ആ അമ്മയ്ക്ക് ഒരു പക്ഷെ എന്റെ സങ്കടം മനസ്സിലായാലോ? ദേ എന്റെ കുഞ്ഞിന്റെ ആഹാരം തട്ടിയെടുത്താലുണ്ടല്ലോ, ദൂരെ പോതത്തെ. മനുഷ്യർക്ക് മനുഷ്യരോട് മാത്രമേ സ്നേഹമുള്ളൂ. ഇനി ഞാൻ ആരോടാ സഹായം ചോദിക്കുക? എന്തായാലും സാരമില്ല, ശ്രമിക്കുക തന്നെ. അതാ ഒരു കുട്ടി. അവനോട് സഹായം ചോദിച്ചാലോ? കുട്ടികൾക്ക് ഞങ്ങളെ വലിയ ഇഷ്ടമാണ്. അവനോട് തന്നെ സഹായം ചോദിക്കാം. അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോ അവൻ എന്നെ സഹായിക്കുമായിരിക്കും. അവൻ മാമ്പഴം നീട്ടുന്നുണ്ടല്ലോ. അപ്പൊ ദയുള്ളവനാ. ചെന്ന് കാര്യം പറഞ്ഞാലോ? പ്രതിയും ഋച്ചവും ഇവിടെ വരാമെന്നാ പറഞ്ഞത്. ദേ, നമുക്ക് ആ മരത്തിന്റെ തണലിൽ പോയി ഇരിക്കാം. ദേ, ഒരു തത്ത. അയ്യോ പാവം, അതിനെന്തോ പറ്റിയിട്ടുണ്ട്. എന്താ ജോലിയത്? അതൊരു തത്തയാണ്. അയ്യോ, ഇതെന്തു പറ്റി? ദേ, അതിന് ജീവനുണ്ട്. അയ്യോ, അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഉപദ്രവിക്കല്ലേ. അയ്യോ, പേടിക്കേണ്ട തത്തമ്മേ, ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ വന്നപ്പോ തത്തമ്മ ഇവിടെ ബോധമില്ലാണ്ട് കിടക്കായിരുന്നു. എന്നെ ഒരു കുട്ടി മാമ്പഴം വെച്ച് എറിഞ്ഞതാ. നിങ്ങൾ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്രു പറഞ്ഞത് ശരിയാ. പ്രീതി, പക്രു ഞങ്ങളോടൊപ്പമാ വന്നത്. വേറൊരു കുട്ടിയാ? അല്ല, തത്തമ്മയെ എന്തിനാ ആ കുട്ടി ഉപദ്രവിച്ചത്? അത് പിന്നെ അപ്പോ അതാണ് കാര്യം. കിളികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഗ്രൂപ്പാകും. ഇപ്പോ ഞങ്ങൾ വംശനാശത്തിന്റെ വക്കിലാണ്. ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ ഞങ്ങളുടെ വർഗം ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാകും. അവരെ നമുക്ക് എന്ത് ചെയ്യാനാകും? എങ്ങനെ തത്തമ്മയുടെ കൂട്ടുകാരെ രക്ഷിക്കും? നമുക്ക് അവരെ നേരിട്ടൊന്നും ചെയ്യാനാവില്ല. നമുക്ക് സെറാഫിന്റെ സഹായം തേടാം. എന്നാൽ വേഗം സെറാഫിനെ വിളിക്ക് ജോബി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. സെറാഫിൻ, എന്താ കൂട്ടുകാരെ? സെറാഫിൻ, ഈ തത്തമ്മയുടെ കൂട്ടുകാരെ കുറച്ചുപേർ പിടിച്ചുകൊണ്ടുപോയിരിക്കുക. പേടിക്കേണ്ട കൂട്ടുകാരെ, നമുക്ക് വഴി കണ്ടെത്താം. നിങ്ങൾ എന്നോടൊപ്പം വരൂ. തത്തമ്മേ, നീ ധൈര്യമായി അകത്തേക്ക് കയറിച്ചില്ല.
സെറാഫിൻ അവരെ എന്നെയും പിടിച്ച് കൂട്ടിലാക്കും. തത്തമ്മേ, ധൈര്യമായിട്ട് ചെല്ല്. സെറാഫിനല്ലേ പറയുന്നത്. കൂട്ടുകാരെ പേടിക്കണ്ട, ഞാൻ വന്നത് നിങ്ങളെ രക്ഷിക്കാനാണ്. നീ എന്തിനാ ഇവിടെ വന്നത്? അപകടമാണ്. അവർ നിന്നെയും കൂട്ടിനുള്ളിലാക്കും. രക്ഷപ്പെടാമെന്ന് കരുതിയോ? എല്ലാവരും റെഡിയായിരുന്നോ? ഇന്ന് എല്ലാത്തിനെയും ഞങ്ങൾ നാട് കടത്തും. ഞാനേ ഈ തത്തകളോട് റെഡിയായിക്കൊള്ളാൻ പറഞ്ഞതാ. നീ വേഗം ഇവറ്റകളെ പോർട്ടിലെത്തിക്കാനുള്ള വാഹനം ശരിയാക്കൂ. ഓ ശരിയാ, ഞാനതങ്ങ് മറന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നിങ്ങൾ പേടിക്കാതിരിക്കൂ. സെറാഫിൻ, നീ പറഞ്ഞതുപോലെ ഞാൻ അവർക്ക് പിടികൊടുത്തു. തത്തമ്മ കൂട്ടിലായി. അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ സെറാഫിൻ? ഇനി ചെയ്യാനുള്ളത് പക്രുവിനാണ്. ഞാനോ? ഞാനെന്ത് ചെയ്യാനാ? അത് ഞാൻ ഏറ്റു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കാണണ്ടേ? വേഗം കണ്ണുകളടച്ചോളൂ. ആരാ? എന്തു വേണം? പേടിക്കണ്ട, ഞാൻ പോലീസൊന്നുമല്ല. ഇവിടെ നല്ല ഇനം തത്തകളെ വാങ്ങാൻ പറ്റുമെന്നറിഞ്ഞു. വാങ്ങാനായി വന്നതാ. ആ അയ്യോ സാറേ, ഇതിനെല്ലാം ഓർഡർ ആയതാ. ഇന്ന് വൈകുന്നേരം ഷിപ്പ് ചെയ്യണം. അയ്യോ, കഷ്ടമായി പോയല്ലോ. സാറേ പേടിക്കണ്ട, അത്യാവശ്യമാണെങ്കിൽ ഒന്നിനെ തരാം. നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ, ഇന്ന് ഒരെണ്ണം വന്ന് പെട്ടിട്ടുണ്ട്. അത് ഈ സാറിന് നൽകാം. എനിക്കൊന്ന് കാണണമല്ലോ. സാറ് വാ സാറേ. ഇതൊരു മുയലല്ലേ? ഇതാണ് സാധനം. ഇതൊരു മുയലല്ലേ? അത് ശരിയാ. നിനക്കെന്താ ഭ്രാന്താണോ? അയ്യോ, ഓടിക്കോ. ഇത് ഭ്രാന്താ, മുഴുത്ത ഭ്രാന്ത്. അയ്യോ പ്രായം, രക്ഷിക്കണേ രക്ഷിക്കണേ, ഓടിക്കോ. അയ്യോ രക്ഷിക്കണേ. ഒരുപാട് നന്ദിയുണ്ട് കൂട്ടുകാരെ. സെറാഫിനും നിങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ഓർക്കാൻ കൂടി വയ്യ. സെറാഫിൻ, എനിക്ക് ആ രൂപം മതിയായിരുന്നു. അയ്യടാ, അവന്റെ ഒരു ആഗ്രഹം പതിയെ വളർന്നാൽ മതി. ആപത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ.